പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ ഇബാദു റഹ്മാൻ ചെയ്യുന്ന ഒരു ദുആ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. റബ്ബന സുരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ മുഖാമാ. റസൂലേ നരക ശിക്ഷ ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണേ. ആ നരകം ശിക്ഷ സങ്കേതമാണ്. ആ നരകത്തിന്റെ ശിക്ഷ കഠിനമാണ്. അതേ നരകം കഠിനമാണ്. അതുകൊണ്ടാണ് വിശുദ്ധമായ റമദാൻ മുബാറക്, വിശുദ്ധമായ റമദാൻ മാസത്തിലെ ഒരു 10 ദിവസം നരകത്തിൽ നിന്ന് മോചനം ചോദിക്കാൻ വേണ്ടി തന്നത്. നരകം അത്രത്തോളം കഠിനമായതുകൊണ്ടാണ് നാളെ ആഖിറത്തിലേക്ക് നരകത്തെ കൊണ്ടുവരുന്ന ഭീകരമായ അവസരം തന്നെ ആലോചിച്ചു നോക്ക്. നരകത്തിന്റെ മുകളിൽ നാട്ടപ്പെട്ടിട്ടുള്ള ആ സിറാത്ത് പാലം ആലോചിച്ചു നോക്ക്. ആ പാലത്തിലൂടെ കടന്നു പോകേണ്ട രംഗം ആലോചിച്ചു നോക്ക്. നരകത്തിന്റെ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ 70,000 ചങ്ങലകളിലായി ഓരോ ചങ്ങലകളിലും 70,000 മലക്കുകളുടെ സാന്നിധ്യത്തോടുകൂടി നരകത്തെ ഭയാനകരമായി ഭീകരമായി മഹ്ശറിലേക്ക് കൊണ്ടുവരപ്പെടുന്ന രംഗം പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. നരകത്തെ കണ്ടുകൊണ്ടതിന്റെ ഭീകരത കൊണ്ട്, അതിന്റെ അതീഷ്ണമായ ചൂട് കൊണ്ട്, ആ നരകത്തിന്റെ തീജ്വാലകൾ കണ്ടുകൊണ്ട് വിചാരണയെ അഭിമുഖീകരിക്കാൻ കാത്തുനിൽക്കുന്ന മനുഷ്യൻ ആത്മീയോടുകൂടി അവൻ നരകത്തെ പറ്റി ചിന്തിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തോൽപ്പടികളെ പറ്റി ആലോചിക്കുകയാണ്. ഭൂമിയിൽ വെച്ച് എത്രയോ നമ്മൾ നരകത്തെ പറ്റി കേട്ടതാ, എത്രയോ നമ്മൾ നരകത്തെ പറ്റി പരാമർശിച്ചതാ. പക്ഷേ ചിന്തകൾ ഉണ്ടായിട്ടില്ല. നരകത്തെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ചിന്തയുണ്ടാവുകയാണ്, അവന് പര്യാലോചനയുണ്ടാവുകയാണ്. പക്ഷേ ആലോചനയ്ക്ക് അർത്ഥമില്ലാതെ പോകുന്നു, ആലോചന ഫലിക്കാതെ പോകുന്നു. ഫരീഖുൻ ഫിൽ ജന്ന വഫരീഖുൻ ഫിസ് സഈർ. റബ്ബിന്റെ വിചാരണ കോടതിയിൽ നിന്ന് കൃത്യമായി വിധിനിർണയമുണ്ടായി രണ്ട് വിഭാഗമായി തിരിക്കുന്നു. ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കാണ്, മറ്റൊരു വിഭാഗം ആളുകൾ ബ്രഹ്മാദികളായി അധർമ്മികളായി അവിശ്വാസികളായി അക്രമികളായി ജീവിച്ചവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് പറഞ്ഞേക്കുകയാണ്. ثم الجحيم صلوا ثم في سلسلة ذرعها 70 ذراعا فاسلكوه. അല്ലാഹു തആല സബാനിയാക്കളായ മലാക്കമാരോട് പറയുകയാണ്, അവനെ പിടിച്ചു കെട്ടോ, 70 മുഴമുള്ള ചങ്ങലയിൽ ബന്ധിപ്പിക്കോ, എന്നിട്ട് അവൻ നരകത്തിലേക്ക് വലിച്ചെറിയോ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത അധികാര കോടതിയിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി പ്രസ്താവനയുണ്ടാകുമ്പോൾ സബാനിയാക്കളായ മലക്കുകൾ അവനെ കൈകാര്യം ചെയ്യുകയാണ്. അവർക്ക് കാഴ്ച ശക്തിയില്ല, അവർക്ക് കേൾവി ശക്തിയില്ല, അവർക്ക് ഹൃദയത്തിൽ കരുണയൊന്നും പടച്ചിട്ടില്ല. അത്രത്തോളം പരുക്കൻ സ്വഭാവത്തിലും പരുക്കൻ പ്രകൃതിയിലും അല്ലാഹു തആല പടച്ചിട്ടുള്ള പ്രത്യേകക്കാരായ മലക്കുകൾ അവന്റെ ശരീരത്തിലേക്ക് കടന്നു പിടിക്കുകയാണ്. അവനെ 70 മുഴമുള്ള ചങ്ങലയിൽ മുട്ടിക്കെട്ടുകയാണ്. എന്നിട്ട് അവൻ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ആ നരകത്തിന്റെ ജയിലറകൾ, ആ നരകത്തിന്റെ ചൂടുവെള്ളങ്ങൾ, ആ നരകത്തിന്റെ തീജ്വാലകൾ, ആ നരകത്തിന്റെ ഒരുപാട് ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന സംഭവ വികാസങ്ങൾ ഓരോ നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. എന്നിട്ട് അതിലൊരു സ്ഥാനം നേടിയെടുക്കാൻ നിങ്ങൾക്കും സാധിക്കാതെ പോയാൽ, നമ്മുടെ പ്രവൃത്തിദോഷം കൊണ്ട്, നമ്മുടെ ചിന്തകളിലെ ഗുണത്തരം കൊണ്ട് നമുക്ക് കഴിയാതെ പോയാൽ, നമ്മൾ ആഹ്ലത്തിലെത്തുമ്പോൾ എങ്ങനെയാണ് രക്ഷപ്പെടുക? അവിടെ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, അതാണ് വിജയം. ഭൗതികമായ ക്വാളിഫിക്കേഷനുകളും ഭൗതികമായ യോഗ്യതകളും ഭൗതികമായ സർട്ടിഫിക്കറ്റുകളും അതിലൂടെ നാം നേടിയെടുക്കുന്ന ഭൗതികമായ ജീവിത സൗകര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം നൈവശികമാണ്. കെട്ടിടങ്ങൾ നൈവശികമാണ്, ധർമ്മങ്ങൾ നൈവശികമാണ്, സാമ്പത്തിക കുടുംബാലങ്ങൾ നൈവശികമാണ്, തൊഴിലുകളും ജോലികളും ഉദ്യോഗങ്ങളും എല്ലാം നൈവശികമാണ്. എല്ലാത്തിനും ആയുസ് നിന്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ മാത്രമാണ്.
നിന്റെ ശരീരം ചേതനയുടെ ശരീരമായി മാറുന്നത് വരെ മാത്രമാണ്. നീ എന്തൊക്കെ ഒപ്പിച്ചെടുത്താലും, നീ എന്തൊക്കെ നിന്റെ കൈകളുടെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടാൻ ശ്രമിച്ചാലും, നീ എത്ര വലിയ സൗകര്യത്തിന്റെ കോടിമതിയായി മാറിയാലും, എല്ലാം നിന്റെ ശ്വാസം നിലക്കുന്നത് വരെ മാത്രം. പിന്നീട് ആരൊക്കെയോ കുത്തിപ്പറിച്ച് ഉപയോഗിച്ചു കൊണ്ടുപോകും. പക്ഷേ നിനക്ക് വേണ്ടി നീ എന്ത് സമ്പാദിച്ചു? അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ പറഞ്ഞത്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ ചോദിക്കുക അയാൾ എന്താണ് അനന്തരം വെച്ചത് എന്നാണ്. എന്നാൽ മലക്കുകൾ ചോദിക്കുന്നത് എന്താണ് അയാൾ നാളേക്ക് വേണ്ടി മുൻകൂട്ടി ഒരുക്കി വെച്ചത് എന്നാണ്. മലക്കുകൾ ചോദിക്കുന്നത് നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, സഭയുടെ അതിതീക്ഷ്ണമായ വിചാരണ ഉണ്ടല്ലോ. ആരെങ്കിലും വിചാരണ ചെയ്താൽ അവരെ ശിക്ഷിച്ചത് തന്നെയാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയും കാര്യം നോക്കാത്ത ഒരു പ്രത്യേക അന്തരീക്ഷമാണല്ലോ ഉണ്ടാവുക. എല്ലാവരും അവരവരുടെ കാര്യമാണ്. പറയുന്നു, ഓരോ വ്യക്തിയും സഹോദരനിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, ഇടയിൽ നിന്ന്, കുറ്റത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ്. അത് കൂട്ടുകാരന്റെ കാര്യം നോക്കില്ല, അത് ഭാര്യ ഭർത്താവിന്റെ കാര്യം നോക്കില്ല, അത് മക്കൾ പിതാവിന്റെ കാര്യം നോക്കില്ല. അവരവരുടെ കാര്യങ്ങളാൽ അവരവരുടെ കർമ്മ പുസ്തകങ്ങളുടെ വിധി നിർണയത്തിലേക്കാണ് ഓരോരുത്തരെയും ചിന്ത പോകുന്നത്. അവരവന്റെ കാര്യം മാത്രം നോക്കിക്കഴിഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അന്ന് ആരെയാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടത്, ആരെയാണോ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത്, അവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. വിജയം എന്താണ് എന്ന് ചോദിച്ചാൽ അത് നരകത്തിൽ നിന്നും അകറ്റപ്പെടുക, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക എന്നതാണ്. അതിന് കിട്ടുന്ന വലിയ അവസരം പരിശുദ്ധ റമദാനിൽ ഒക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിക്കാനും ഉപയോഗപ്പെടുത്താനും നല്ല തൗഫീഖ് നൽകിയിരിക്കുമാറാകട്ടെ.